ഒരു എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു 4 മണി സാൻഡ്വിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിന് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ബ്രെഡ്, ഒരു 1/4 തേങ്ങാമുറിയുടെ ചിരകിയ ഭാഗം, 3 പച്ചമുളക്, മല്ലിയില മഞ്ഞളും ഉപ്പും ചേർത്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, പിന്നെ തക്കാളി വട്ടത്തിലരിഞ്ഞത്, കുക്കുംബർ, ക്യാരറ്റ്. നമ്മൾ ഈ ചിരകിയ തേങ്ങ മല്ലിയിലയും ഉപ്പും പച്ചമുളകും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ അരച്ചിരിക്കുന്ന ഈ പേസ്റ്റാണ് നമുക്ക് ബ്രെഡിൽ തേക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ മല്ലിയില ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഇട്ട് ഉപ്പും ഇട്ട് വെച്ച കാരണം മല്ലിയിലയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷാംശമുള്ള ഇലകൾ. അപ്പോൾ ആ വിഷാംശം ഒന്ന് മാറാൻ വേണ്ടിയാണ് ആ മല്ലിയില അങ്ങനെ ഇട്ടത്. ആ മല്ലിയില നമ്മൾ എടുത്തിട്ടാണ് ചെറിയ പീസുകളാക്കി തേങ്ങയ്ക്കും പച്ചമുളകിനൊപ്പം അരച്ചെടുക്കേണ്ടത്. അങ്ങനെയുള്ള പേസ്റ്റാണ് ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ വെക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെജിറ്റബിൾസ് അരിഞ്ഞ് എടുക്കാവുന്നതാണ്. ഈ പീലർ വെച്ച് നീളത്തിൽ പീൽ ചെയ്ത് ക്യാരറ്റ് എടുക്കാനും സാധിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാലും മതി. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ആദ്യം പേസ്റ്റ് പോലത്തെയുള്ള ഈ അരപ്പ് അടിയിൽ വെച്ച് അതിൻ്റെ മീതെ നിരത്തുകയാണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് വയ്ക്കാം. എന്നിട്ട് ആ ബ്രെഡ് നടുവേ സ്ലൈസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നൊരു സാൻഡ്വിച്ചാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് പച്ചമുളക് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. മല്ലിയിലയും എൻ്റെ ഒരു രുചിയേക്കാളും എപ്പോഴും മുന്നിട്ട് നിൽക്കേണ്ടത് പച്ചമുളകിൻ്റെ. അപ്പോഴാണ് ഇതിന് ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്ക് വളരെ പെട്ടെന്ന് പോഷകപരമായിട്ടുള്ള ഒരു വിഭവം നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. ഇതിനകത്ത് വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് വളരെ ന്യൂട്രീഷ്യസുമാണ്. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ നിസ്സാര സമയം കൊണ്ട് നമ്മുടെ ഈ വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ സെർവിങ് ട്രേയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വിളമ്പാൻ റെഡിയായി.